ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഏകദന്തം മഹാകായം ദത്തകാഞ്ജതസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹരി ഓം. നമുക്ക് ഇന്ന് നാരായണ അസ്ത്രവും നാരായണ കവചവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. എന്താണ് നാരായണാസ്ത്രം, എന്താണ് നാരായണ കവചം? ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. നാരായണ കവചം എന്ന് പറയുന്നത് സാധാരണ ഒരു കവചമല്ല. ഒരു കവച മന്ത്രമോ സ്തോത്രമോ ആയിട്ട് അതിനെ കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ ലിപിന്യാസാദി അല്ലെങ്കിൽ ഷഡംഗന്യാസം ലിപിന്യാസം കഴിഞ്ഞ് ഓരോ ദിക്കിലുമുള്ള ദേവതകളെ ഏതേത് മൂർത്തിഭാവത്തിലാണോ കാണേണ്ടത് ആ കാണേണ്ട തരത്തിൽ തന്നെ അതിനെ വിന്യസിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് മന്ത്രപരമായിട്ടുള്ള ആ പറയുന്ന ഓരോ തരത്തിലും നമ്മൾ വിന്യസിച്ച് കണ്ണൻ എന്ന ദേവത, അല്ലെങ്കിൽ കാതൻ എന്നത്, അല്ലെങ്കിൽ ഉത്തരദിശയിൽ എന്നത്, ദക്ഷിണ ദിശയിൽ എന്നത്, പൂർവം പശ്ചിമം, ഇങ്ങനെയുള്ള എല്ലാ ദിക്കിലേക്കും വന്നിരിക്കുന്ന ഒരു കവചം നമുക്ക് വിന്യസിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് യഥാർത്ഥ നാരായണ കവചത്തിൻ്റെ മന്ത്രസ്വരൂപം എന്ന് പറയുന്നത്. നമ്മൾ എന്നാൽ ഇന്ന് കാണുന്നത് മന്ത്രസ്വരൂപത്തിൽ മന്ത്രത്തെ അടക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന സ്തോത്രമാലയാണ് നമ്മൾ ഇന്ന് നാരായണ കവചമായിട്ട് കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഓരോ തരത്തിലും വിന്യസിച്ച് ഇതാക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് താന്ത്രിക വിഷയമാണ്. പക്ഷേ നമ്മൾ ഈ നാരായണ കവചം ജപിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും മോശമൊന്നും വരാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫലം കുറഞ്ഞു പോകുമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞ് ചെയ്യുമ്പോൾ ഗുണം കൂടും എന്ന് പറയുന്നത് പോലെ ഏതേത് മൂർത്തിഭാവത്തെയാണോ ഏതേത് അവയവങ്ങൾക്കാണോ നമ്മൾ വിന്യസിക്കുന്നത് എന്ന് അതിനെ അറിഞ്ഞ് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫലം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥമായ ആരൂഢം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഇരിപ്പ് വശം എന്ന് പറയുന്നത്, അതായത് എന്താണോ യഥാർത്ഥ നാരായണാസ്ത്രം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒന്ന്, നാരായണ അസ്ത്രം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാരായണ കവചം എന്ന് പറയുന്നത് വെറും ഒരു മാത്രമല്ല എന്നുള്ളതാണ്. അതൊരു ആത്മവിദ്യയാണ് നാരായണ കവചം എന്ന് പറയുന്നത്. ഒരു നാരായണ കവചം നിങ്ങളെ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. നാരായണ കവചം സാക്ഷാൽ നാരായണൻ്റെ സംരക്ഷണം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് ആരാണ് നാരായണൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം നാരായണ അസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നാരായണനെ അറിയണം. നാരായണനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മൂർത്തിയുടെ അസ്ത്ര വിഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സദ്യോ നാരായണ ഋഷി ദേവി ഗായത്രി ചന്ദ പരമാത്മാദേവതാം എന്ന് മന്ത്രപൂരിതമായിട്ടുള്ള ആ ഋഷിയും ഛന്ദസ്സോടും ദേവതയോടും കൂടി ജപിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് പരമാത്മാദേവത എന്നാണ്. സാക്ഷാൽ നാരായണൻ മൂർത്തിയുടെ മന്ത്രത്തിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ ആ ഒരു ദേവത എന്ന് പറയുന്നത് പരമാത്മാ എന്നാണ്. എന്നാലോചിക്കണം. അപ്പോൾ
ആരായിരിക്കും നാരായണൻ? അവിടെ നാരായണം നാരായണ മന്ത്രത്തിന്, അതായത് നാരായണ എന്നുള്ള നാമമന്ത്രത്തിന് അവിടെ വരുന്ന ദേവതാ സ്വരൂപം എന്ന് പറയുന്നത് പരമാത്മാ എന്നാണ്. അതിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെ നാരായണ കവചത്തിൻ്റെ രഹസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇനി നാരായണ അസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നാരായണ അസ്ത്രം വളരെ ശക്തമായിരിക്കുന്ന ഒരു ദിവ്യാസ്ത്രങ്ങളിലൊന്നാണ്. ഇത് മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്ര ഭൂമിയെ വെച്ചിട്ട് ഇദ്ദേഹം നമ്മുടെ അശ്വത്ഥാമാവ് പാണ്ഡവർക്ക് നേരെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. നാരായണ അസ്ത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എത്രമാത്രം ആ ആയുധത്തിനെ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുത്തു കഴിഞ്ഞാൽ ഒരു 12 വർഷത്തേക്ക് പിന്നെ അവിടത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, തരിച്ചു ഭൂമിയായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിന് എന്തുകൊണ്ടെങ്കിലും തടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതിന് ഉപസംഹരിക്കാൻ പറ്റും. പക്ഷേ നാരായണ അസ്ത്രം ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഈ നാരായണ അസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നാരായണ അസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭീമൻ അല്ല, ഈ പാണ്ഡവർക്ക് നേരെ അശ്വത്ഥാമാവ് ഇത് പ്രയോഗിച്ച സമയത്ത് ഭീമസേനൻ ആ അസ്ത്രങ്ങളെ, നിരവധി അസ്ത്രങ്ങൾ, നാരായണ അസ്ത്രത്തിൽ നിന്ന് നിരവധി അസ്ത്രങ്ങൾ പാണ്ഡവരുടെ മേലേക്ക് പോകുമ്പോൾ കൃഷ്ണൻ, സാക്ഷാത് നാരായണ അവതാരമായിരിക്കുന്ന കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശാന്തമായിരിക്കുന്ന മനസ്സിന് മാത്രമേ ഈ നാരായണസ്ത്രത്തെ തടയാൻ പറ്റുകയുള്ളൂ. അതിനെതിരെ പ്രത്യസ്ത്രം ഉപയോഗിക്കരുത്, അതിനെ എതിർക്കരുത്, ഭൂമിയിൽ വീണ് നമസ്കരിക്കുക. അതല്ലാതെ നാരായണാസ്ത്രത്തെ തടുക്കാൻ മറ്റൊരു മാർഗവുമില്ല. അതിൻ്റെ ശേഷി കുറഞ്ഞ് അത് ഉപദ്രവിക്കാതെ അത് മാറി നിൽക്കും എന്നുള്ളതാണ് നാരായണാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. ഇതേ നാരായണ അസ്ത്രം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില പ്രശ്നങ്ങൾ നമ്മളെ മുന്നിലേക്ക് കടന്നു വരും, വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടേക്കും, വല്ലാതെ നമ്മുടെ ജീവിതം താറുമാറാക്കും. നമ്മൾ അതിനെ എതിർക്കാൻ നോക്കുന്നതിന് അതിൻ്റെ ശക്തി വർദ്ധിച്ചിട്ട് അത് നമ്മളെ പ്രത്യാക്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേ സമയത്ത് ആ സമയത്ത് അവസാനം ഇവിടെ ഭീമസേനൻ എന്താണ് പണിയെടുക്കുന്നത് വെച്ചാൽ, അവിടെ ഭീമസേനൻ ആ നാരായണാസ്ത്രത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ ഭീമൻ്റെ ആയുധങ്ങൾ തട്ടിമാറ്റിയിട്ട് ഭീമനെ നമസ്കരിക്കാൻ പറയുകയാണ്. അവിടെയാണ് നാരായണാസ്ത്രം ശാന്തമാകുന്നതെന്നും മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ മാർഗമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചെറു പ്രശ്നങ്ങൾ. നാരായണാസ്ത്രം മാതിരി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാര്യം. നമ്മൾ അതിനോട് പ്രതിരോധിക്കുന്നതാണ്. അതിൻ്റെ മുന്നിൽ അടങ്ങി നിൽക്കലേ സാധിക്കുകയുള്ളൂ. അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും തോറും അത് നമ്മളെ പ്രത്യാക്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ശരണാഗതി മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരിക്കൽ നമ്മൾ പ്രതിരോധിക്കാൻ നോക്കി നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനെ പ്രതിരോധിക്കാതെ അതിൻ്റെ മുന്നിൽ ശരണാഗതി അടയുക എന്നുള്ളതാണ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത് അത്രയും നല്ലത്. എത്രയും നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നോ അത്രയും നിങ്ങളെ അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലൊക്കെ കടന്നു വരും. ഇനി
ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇനി നാരായണ കവചത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ നാരായണ അസ്ത്രത്തിൽ നിന്ന് ഉള്ള സംരക്ഷണം എന്ന് പറയുന്നത് നാരായണ കവചം തന്നെയാണ്. എന്താണ് നാരായണ കവചം? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദേവത എന്ന് പറയുന്ന അതിലുള്ള ദേവത എന്ന് പറയുന്നത് പരമാത്മാവാണ്. അതുകൊണ്ട് തന്നെ ആത്മവിദ്യയാണ് യഥാർത്ഥമായിരിക്കുന്ന നാരായണ കവചം എന്ന് പറയുന്നത്. നാരായണ കവചം എന്ന് പറയുന്നത് നാമമോ ഒരു സ്തോത്രമോ ഒരു ഇതോ എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അതിലെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥതലത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒറ്റ ഒരു കാര്യമാണ്. നമ്മുടെ ഒരു അസ്ത്രം നമ്മുടെ ദേഹത്ത് തരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസ്ത്രം ഒരാൾ ശത്രു അയച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള കാമക്രോധാദികളും നമുക്ക് ശത്രുക്കളാണ്. അല്ലാതെ പുറമേ നിന്ന് വരുന്ന എനർജീസുകളുടെ വ്യതിചലനം നമുക്ക് ചിലപ്പോൾ ശത്രുതാഭാവത്തിലേക്ക് ഭവിക്കുകയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഒരു അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ കൊള്ളണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേണം, അല്ലേ? ആ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ആ അസ്ത്രം കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി തീരുന്ന സമയത്ത് അവിടെ അവസാനിക്കും. ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അതിന് കൊള്ളാനൊരു പ്രതലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലോ, അവിടെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും സംഭവിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രതലത്തിൽ ആയിരിക്കും ആ അസ്ത്രം ചെന്ന് തരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു ശത്രുവിൻ്റെയും ആയുധത്തെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചലനത്തെ നമ്മൾ മനസ്സ് വെച്ചിട്ട് അവർ ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരാണ് എന്നോട് ഇത് ചെയ്തത് എന്നുള്ള തരത്തിലേക്കോ, അല്ലെ എൻ്റെ തന്നെ പ്രശ്നങ്ങൾ ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴോ, അതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്, കർമ്മം നീ ചെയ്യുന്നതായിട്ട് നീ ഏറ്റെടുക്കരുത്. എന്നാ പറയണ്ട, കർമ്മം ചെയ്യുക മാത്രം ചെയ്യുക, അതിൽ ഇൻവോൾവ് ആവരുത്. നീ എന്ന വ്യക്തിബോധം ഉണ്ടാവരുത്. നീ എന്ന വ്യക്തിബോധം ഇല്ലാതെ നിനക്ക് കർമ്മം ചെയ്യാൻ സാധിക്കണം അർജുന എന്നുള്ളത് ഒരു ഏറ്റവും വലിയ നാരായണ കവചത്തിലെ രഹസ്യ മന്ത്രം തന്നെയാണ് ആ വാചകം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് നാരായണ കവചത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ശത്രുക്കളതോ നമ്മുടേതോ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ളതിനും നമ്മൾ കർമ്മദോഷങ്ങളും നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. അതായത് നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ അതിൻ്റെ വ്യക്തിബോധമോ കർമ്മബോധമോ നമ്മളിലേക്ക് ഉണ്ടാവാൻ പാടില്ല. കർമ്മം ഞാൻ ചെയ്യുന്നു എന്നുള്ളതും എനിക്ക് ആ പ്രശ്നമുണ്ട് എന്നുള്ളതും ഒഴിവാക്കി ഈ പ്രശ്നങ്ങളെല്ലാം പരമാത്മാവിലേക്ക് തിരിച്ചുവിടുക. പരമാത്മാവിലേക്ക് അവനവനിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണെങ്കിൽ അവിടെ നാരായണ അസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാരായണ അസ്ത്രത്തിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതോ മറ്റുള്ള അസ്ത്രങ്ങളിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളോ ആവട്ടെ, അതായത് അസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ നമ്മൾ ആ പ്രശ്നത്തെ നമ്മളിലേക്ക് വ്യക്തിബോധത്തിലേക്കോ എനിക്കുണ്ടായി എന്നുള്ള ചിന്തയിലേക്കോ മാറ്റാതെ അത് ആ വിഷമത്തെ നേരെ പരമാത്മാവിലേക്ക് ലയിപ്പിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് നിഷ്ഠമായി കഴിയുമ്പോൾ ഈ വരുന്ന അസ്ത്രങ്ങൾക്ക് ഒബ്ജക്റ്റ് ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാകും. അവിടെ ശൂന്യതയിലേക്ക് എല്ലാം മറയപ്പെടും. ശൂന്യാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം തന്നെയുണ്ട്. തമോഗർത്താസ്ത്രം എന്ന് അതിന് പല സ്ഥലങ്ങളിലും പറയുന്നത്. അതായത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഉൾവിലിക്കുക.
നമ്മുടെ ഒരു ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വേദനകൾ സമ്മാനിക്കും. എന്നാൽ ആ മനസ്സില്ലാതെ ഈശ്വരനിലേക്ക് ആ ചിന്തയെ നമ്മുടെ ഓരോ നിമിഷവും വരുന്ന പ്രശ്നങ്ങൾ ഈശ്വരനിലേക്ക് ഒഴുക്കി വിടുക. അതായത് നദി എങ്ങനെയാ ആണോ കടലിലേക്ക് തൻ്റെ അഴുക്കുകൾ ഒഴുക്കി വിടുന്നത്, അതുപോലെ നമ്മളെ ഉള്ളിൽ ഒരു പ്രശ്നങ്ങളും നിർത്താതെ അത് പരമാത്മാവിലേക്ക് തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ നിമിഷവും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരമാത്മാവ് അതിനെ സ്വീകരിച്ച് ശുദ്ധമാക്കുക. അത് ശുദ്ധമാക്കിയിട്ട് ലോക നന്മക്ക് ഉപകാരപ്രദമായിട്ട് നിങ്ങളെ അത് ആ പരമാത്മ എന്ന് പറയുന്ന ആ പരമാത്മ ചൈതന്യം നിങ്ങളെ ഉപയോഗിച്ചു തുടങ്ങും. അതായത് നിങ്ങളുടെ വ്യക്തിബോധത്തെയോ കർമ്മബോധത്തെയോ ഇല്ലാതെ നിങ്ങൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും പരമാത്മാവിലേക്കാണ് ഓരോ ഇതിനെയും നിങ്ങൾ വിട്ടു കൊടുക്കുന്നതെങ്കിൽ ആ പരമാത്മാവ് എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പരമാത്മാവ് നിങ്ങൾക്ക് എന്താണോ പ്രകൃതി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾക്ക് ഒരു സംരക്ഷണവുമായിരിക്കും അത്. അതാണ് നാരായണ കവചവും നാരായണ അസ്ത്രവും തമ്മിലുള്ളൊരു ബന്ധം. ഇത് ചിന്തനീയമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു ആത്മവിദ്യയാണ്. അല്ലാതെ നാരായണ കവചം എന്ന് പറഞ്ഞാൽ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണമില്ലാതിരിക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത് ആ നാരായണ കവചം ഏത് ഋഷിയാണോ ഉപദേശിച്ചു കൊടുത്തത് ആ ഋഷിക്കും മരണം ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടാവില്ല എന്നോ ആപത്തുണ്ടാവില്ല എന്നുള്ളത് അല്ല, ആ ആപത്തായാലും മരണമായാലും എന്നെ ബാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്തുന്ന ഒരവസ്ഥയാണ് നാരായണ കവചം കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ നാരായണ അസ്ത്രങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നാരായണ കവചമായിട്ട് നമ്മൾ അതിനെ പരമാത്മാവിലേക്ക് അതിനെ പരമാത്മാവിലേക്ക് വിടുകയും ശരണാഗതി ചെയ്യുകയും അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതും മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാരായണ അസ്ത്രത്തെക്കുറിച്ചോ നാരായണ കവചത്തെക്കുറിച്ചോ പൂർണ്ണമായിട്ടും പറയാൻ നമ്മൾ ആരുമല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാലും ഇങ്ങനെയുള്ള ഒരു ചിന്താശകലം എന്നിൽ ഈശ്വരൻ തന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.